ഹായ് എവരിവൺ, എല്ലാവർക്കും ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസും സെപ്റ്റംബർ മന്തിലെ കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നന്നായി ഷഫിൾ ചെയ്ത് വെച്ച കാർഡാണ്. കാർഡ് ഇടാൻ പോവുകയാണ്. ബോട്ടം വന്നിട്ടുള്ളത് ഒരു ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുമെന്നാണ് കാണുന്നത്. സെപ്റ്റംബർ മന്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ നന്നായി എഫേർട്ട് ഇടണമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. വളരെ ക്വിക്കായിട്ട് ആക്ഷൻ എടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വരുന്നതാണ്. ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ സ്ലോ ആയിട്ടാണ് വരുന്ന പല സ്ഥലത്തും നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ട്. അതെല്ലാം മാറി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ബിസിനസ് വളരെ മോശമായിരുന്നെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നന്നാക്കി കൊണ്ടുപോകുന്നതായും കാണുന്നുണ്ട്. അടുത്ത് വന്നൊരു 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത് നിങ്ങൾക്കൊരു വിൽ പവർ വരുന്നു. നിങ്ങൾ അവസരങ്ങളുടെ പുതിയ ലോകത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഗ്രഹണം മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടുത്ത ദുഃഖത്തിലുള്ള ഒരാളാണെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നു എന്ന് പറയാം. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ കയറാൻ പോവുകയാണ്. നിങ്ങൾ ആന്തരികമായി വേറൊരു സ്ഥലത്തേക്ക് ഒരു വഴിക്ക് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുപാട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും നേടിയിട്ട് സന്തോഷമുള്ളൊരു കുടുംബമായിട്ട് നിൽക്കുന്നതായും കാണുന്നു. കിങ് ഓഫ് വാൻസിൻ്റെയും ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ അത് നല്ലൊരു ഹാപ്പി ഫാമിലിയാണ് കാണുന്നത്. അപ്പം നല്ലൊരു സന്തോഷം ഫുൾ ടോപ്പിലെത്തിയൊരു ഹസ്ബൻഡ് വൈഫ് ഫാമിലിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് കാണുന്നുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ടാകും. സഡൻ ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടാകും. റിലേഷൻഷിപ്പിൽ പെട്ടവർക്കാണെങ്കിൽ ഒരു പുതിയൊരു പ്രണയം, പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള സമയമെങ്കിലും നിങ്ങൾക്കൊരു പൂർണ്ണതയിലെത്തണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായും കാണുന്നുണ്ട്. ചില ആൾക്കാർക്കൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്തെടുക്കണമെന്ന് അറിയാൻ പറ്റാതെ. ചില ആൾക്കാർക്കൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരു മാരേജോ. രണ്ട് ചോയ്സും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചിങ് ആണ്. നിങ്ങൾ ഒരു പുതിയ കര തേടി പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴുള്ള സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കാൻ പറ്റാതെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മറ്റൊരു സ്ഥലത്തായിരിക്കാം, അവരെ തേടി പോകുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ഒരുപാട് കഷ്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടവും വൈകാരികമായിട്ടുള്ള നഷ്ടങ്ങളും എല്ലാ നഷ്ടങ്ങളും നിങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അത്രയും വിഷമങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം എൻഡിങ് ആണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കഷ്ടകാലമായി ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതായത് നിങ്ങളെ ജീവിക്കാൻ പറ്റാത്ത വിധം ഒരു ട്രാപ്പിൽ പെട്ടുപോയ ഒരവസ്ഥയിലായിരുന്നു നിങ്ങളുള്ളതെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഹീലായെന്നാണ് കാണുന്നത്.
നിങ്ങൾക്ക് വളരെ സ്റ്റെബിലിറ്റിയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസും പാഷനുമുള്ള ഒരാളാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടതെന്നും മനസ്സിലായി. അപ്പോൾ നഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് ജോലിയാവട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, എങ്ങനെ അത് തിരിച്ചു പിടിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നന്നായി ചിന്തിച്ചിട്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് എന്ത് വേണമെങ്കിലും അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി. അത്രയും നിങ്ങൾക്ക് പവർ വന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ഇത്രയും നാൾ അനുഭവിച്ച കാര്യങ്ങളെല്ലാം എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്ത് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുന്നത്. നിങ്ങളുടെ ആക്ഷൻ എടുത്താൽ, നിങ്ങൾ അത് ചിന്തിച്ച് ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എന്തോ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊന്നുകിൽ എന്തെങ്കിലും കുറി പോലെ സേവ് ചെയ്ത് വെച്ച കാര്യം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ വേറെ അങ്ങനെ എന്തെങ്കിലും പൈസയുടെ കാര്യമോ അല്ലെങ്കിൽ ലോണോ എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിച്ച് കാത്തിരിക്കുന്നവർക്ക് ജോലിയെല്ലാം കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളെല്ലാം അച്ചീവ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ആവശ്യമുള്ള പൈസയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായും കാണുന്നുണ്ട്. പിന്നെ റിലേഷൻഷിപ്പിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒന്ന് കാണുകയോ ചെയ്യുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം. അതേ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പാരൻസാണ് മക്കൾ ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ അവരുടെ ഒരു കോളോ മെസ്സേജോ വരുന്നത് അത് അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. ഹസ്ബൻഡ് വിദേശത്തുള്ളവർക്ക് അവരുടെ ഒരു കോളോ മെസ്സേജോ വരുന്നത് അതും അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കാം. അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞ് നിൽക്കുന്നവർ ഒന്നായി അവർ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു യൂണിയൻ, ഇതെല്ലാം അവർക്ക് വിലപ്പെട്ട കാര്യങ്ങളാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റു ചിലർക്ക് പുതിയ ജോലി, കാർ, ഇതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പണം നിങ്ങളിലേക്ക് വരുന്നതായും കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തികമായ നല്ല ഒരു കുടുംബജീവിതമാണെന്ന് മനസ്സിലാക്കാൻ ഹാപ്പി ഫാമിലിയെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കൾ വന്നു ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തു തന്നെ വന്നാലും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു മജീഷ്യൻ്റെ കാർഡാണ്. മജീഷ്യൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനോ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം, നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കണം. പോസിറ്റീവായി ചിന്തിച്ചാൽ നമ്മളിലേക്ക് എല്ലാം നമ്മുടെ അടുത്തേക്ക് ഒരു നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം ബേക്കോട്ടായി പോകും. അതുകൊണ്ട് നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക, എപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിക്കുക. മാനിഫെസ്റ്റ് എനർജി കൂടുതൽ നിങ്ങളിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് എല്ലാം റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മിറാക്കിൾ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നതാണ്. ഓവർ തിങ്ക് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് അന്നേരം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ സെപ്റ്റംബർ മന്തിലും ഇന്നത്തെ എല്ലാം കൂടിയുള്ള ഒരു മെസ്സേജായിട്ട് കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും. അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.